ഇതെല്ലാവർക്കും ഏറ്റവും പ്രയോജനമുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഈ പച്ചക്കറികളൊക്കെ എങ്ങനെ ഫ്രിഡ്ജിൽ കൂടുതൽ ദിവസം പ്രിസർവ് ചെയ്ത് വെക്കാമെന്നുള്ളതാണ്. ഇത് മല്ലിയിലയാണ്. ഇത് നന്നായിട്ട് കഴുകി 3 ഇലകൾ, ഇത് പാലക്ക്, ഇത് റാഡിഷ്. ഈ 3 ഇലകളും നന്നായിട്ട് ബേക്കിംഗ് സോഡയും ഉപ്പും കൂടിയിട്ട് കഴുകിയ വെള്ളത്തിൽ കഴുകി തോർത്തിലോട്ട് വെച്ചിരിക്കുക. ഇത് പാലക്കിൻ്റെ ഇല, ഈ തോർത്തിലോട്ട് വയ്ക്കാം. ഇത് ഇലകൾ ഉണക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന തോർത്ത് തന്നെ ഉണ്ടെങ്കിൽ അത് നല്ലത്, അപ്പോഴേ വെള്ളം പിടിക്കത്തുള്ളൂ. ഇത് വെള്ള റാഡിഷിൻ്റെ ഇലയാണ്. ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വയ്ക്കണം, നന്നായിട്ട് മൂടിയിട്ട്. വെളിയിൽ ഇലയൊന്നും കാണുന്നില്ല ഇപ്പം. അതുപോലെ ഇത് പാലക്കിൻ്റെ ഇല. ഇത് പാലക്കിൻ്റെ ഇലയിൽ ഇപ്പോഴത്തെ വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ എത്ര തോർത്തി എത്ര നേരം വെച്ചാലും ഈ വെള്ളമയം ഇതിൽ കാണും ഇങ്ങനെ. അപ്പം ഇതും പിൻ ചെയ്യുക. ഇത് മല്ലിയിലയാണ്. അത് ഇതുപോലെ കഴുകി ഉണക്കിയല്ല, അതിൻ്റെ വെള്ളം വാർന്ന് കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതും വേറൊരു തോർത്തിൽ എല്ലാം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കണം, ഇങ്ങനെ ചെയ്യാൻ വേണ്ടി. ഇനി ഇത് വാഷിംഗ് മെഷീൻ്റെ സ്പിന്നിലോട്ട് ഇടാൻ പോവുക. ഇപ്പം ഞാൻ പവർ ഓൺ ചെയ്യാം. എന്നിട്ട് ഇത് തുറന്നിട്ട് ഈ പാലക്കിൻ്റെ ഇലയും റാഡിഷിൻ്റെ ഇലയും മല്ലിയിലയും ഈ 3 ഇതിൻ്റെ അകത്തിട്ടു. എന്നിട്ട് സ്പിന്നിൻ്റെ ഓപ്ഷൻ, ഇത് സ്പിന്നിൻ്റെ ഓപ്ഷൻ എടുക്കണം, സ്പിൻ മാത്രം. എന്നിട്ട് സ്റ്റാർട്ട്, പവർ സ്പിൻ സ്റ്റാർട്ട്. ഇതൊരു 5 മിനിറ്റാണ് എടുക്കുന്നത്. ഇത് സ്പിൻ ചെയ്യാൻ 5 മിനിറ്റ് എടുക്കും. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ തോർത്തെടുത്ത് ഇത് തുറന്ന് നോക്കുമ്പോൾ എല്ലാം ഇലകളൊക്കെ നല്ല ഉണങ്ങിയായിരിക്കുന്നത്. അത് പിന്നെ അതെടുത്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇത് സ്പിന്നിൽ കിടക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് കാണിക്കാം. ഇതിൻ്റെ മുകളിലും ഒരു ടിഷ്യൂ പേപ്പർ ഇടണം. പാലക്കിൻ്റെ ഇലയും അതുപോലെ തന്നെ താഴെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പാലക്കെല്ലാം നന്നായിട്ട് അമർത്തി അങ്ങ് പാത്രത്തിലോട്ട് വെക്കാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ മുകളിലും ഒരു ടിഷ്യൂ പേപ്പർ നന്നായിട്ട് അങ്ങ് ടൈറ്റാക്കി അടച്ചാലും ഇലയ്ക്കൊന്നും ഒരു കുഴപ്പവും വരത്തില്ല. അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി, ഒട്ടും വെള്ളമയം ഇല്ലാതിരിക്കാനാണ് താഴെ മുകളിലും ടിഷ്യൂ പേപ്പർ ഇടുന്നത്.
നന്നായിട്ട് അടച്ചു വെച്ചു. ഇനി റാഡിഷിൻ്റെ ഇല ഇപ്പോൾ ഒട്ടും വെള്ളമയം ഇല്ലാതെ എടുത്തിരിക്കുന്നത് വാഷിംഗ് മെഷീനിൽ നിന്ന്. ഇത് 10-15 ദിവസത്തോളം നല്ല ഫ്രഷ് ഇലയാണെങ്കിൽ ഒരു 10-15 ദിവസമെങ്കിലും കുറഞ്ഞത് ഈ പാത്രത്തിൻ്റെ അകത്ത് നന്നായിട്ട് ഫ്രഷായിട്ടിരിക്കും. ആവശ്യമുള്ളപ്പോൾ മാത്രം കുറച്ചെടുത്ത് അരിയാം. ഈ അരിയാൻ എന്ത് എളുപ്പമാണെന്നോ, ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ പിന്നെ കുറച്ചെടുത്ത് അരിഞ്ഞിടാനും മതി. വെള്ളമയം ഇല്ലാത്തത് കൊണ്ട് നന്നായിട്ട് അരിയാനും നല്ല എളുപ്പമാണ്. ഇത് ഹസ്ബൻഡിൻ്റെ കസിൻ്റെ വൈഫ് വീണ എനിക്ക് പറഞ്ഞു തന്നു. വീണയ്ക്ക് പ്രത്യേകം താങ്ക്സ്. ചിലർ വിചാരിക്കും വാഷിംഗ് മെഷീനിൽ ഇടുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിൽ മെഷീനിൽ ടച്ച് ചെയ്യുന്നേ ഇല്ല. ഇപ്പം എൻ്റെ ഈ 3 ഇലകളാണ് ഉള്ളത്. റാഡിഷ്, പാലക്ക്, പിന്നെ മല്ലിയില. ഉലുവയുടെ ഇലയാണെങ്കിൽ ഇതിലും നന്നായിട്ടിരിക്കും. ഉലുവയുടെ ഇല ഇപ്പം എൻ്റെ കയ്യിലില്ല. പിന്നെ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ നോക്കാം. കറിവേപ്പിലയും നന്നായിട്ട് വെക്കാൻ പറ്റും. ഉലുവയുടെ ഇല ഉണങ്ങിയതാ. അതുപോലെ തന്നെ പൊട്ട് വെള്ളത്തിൻ്റെ മയമില്ല. ഉലുവയുടെ ഇലയാണ് ഏറ്റവും നന്നായിട്ടുണ്ട്. കറിവേപ്പിലയും ഉലുവയുടെ ഇലയും ഏകദേശം ഒരുപോലെ തന്നെ വെച്ചു. എൻ്റെ മുകളിൽ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഫ്രിഡ്ജിലൊരു 10-12 ദിവസം ഇരിക്കും. ഒട്ടും വെള്ളമയം ഇല്ലാത്തതുകൊണ്ട് അരിയാനും എളുപ്പമുണ്ട്.